business tycoons grab you. And their mind should be brutal and sharp. Right. But when it comes to family, you're off. അടാട്ട് കയറി ജോർജിന്റെ തടി കേടാക്കാൻ പറ്റിയ മിടുക്കന്മാരൊന്നും ഈ അങ്ങാടിയിലില്ല. യുദ്ധത്തിനാണെങ്കിലും സമാധാനത്തിനാണ് ജോർജിനൊപ്പം മാർക്കുണ്ട്. ഹേ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് മച്ചാമാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക്. മച്ചാമാരെ ഇപ്പോൾ കുറച്ച് എന്താ പറയുക മാസത്തിനൊക്കെ ശേഷമാണ് നമ്മൾ ഒരു റിവ്യൂ വീഡിയോ ഇടുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ റൈഗാർഡിന്റെ ഒരു മാനേജറിനെ പാക്ക് കൊണ്ട് ഒരു മാച്ച് കിഡിലിനൊരു ഡിവിഷൻ മാച്ച് ഞാൻ എന്തായാലും പ്ലേ ചെയ്യാൻ പോകണം. അതുപോലെ തന്നെ ഗൈസ് നിങ്ങൾക്കറിയാം നോമിനേറ്റിംഗ് കോൺട്രാക്ട് വെച്ച് നമ്മുടെ പെഡ്രി ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് ഇനി എടുക്കണം. അതുപോലെ തന്നെ മച്ചാമാരെ നാളെ ഞാനൊരു മെഗാ പാക്ക് ഓപ്പണിംഗ് വീഡിയോ ഇടുന്നുണ്ട്. എന്തായാലും എന്താ പറയുക ജസ്റ്റ് ഒരു നമ്മുടെ സെക്കൻഡ് അക്കൗണ്ടും തേർഡ് അക്കൗണ്ടും വെച്ച് ജസ്റ്റ് ഒരു കറക്കലാവും നാളെ. അപ്പോൾ അതായിരിക്കും നമ്മുടെ വീഡിയോ വരിക. പിന്നെ ഉറപ്പായിട്ടും എന്താ പറയുക നമുക്കെന്നാൽ മാച്ചിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾ ഉറപ്പായിട്ടും എന്താ പറയുക ഇൻട്രോയൊക്കെ ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ടും കമന്റ് ചെയ്യാൻ വെച്ചാൽ അതുപോലെ തന്നെ ലൈക്ക് അടിച്ച് പവർ ആക്കുക. അതുപോലെ തന്നെ എന്താ പറയുക എല്ലാവരും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉറപ്പായിട്ടും നമ്മുടെ കമന്റ് ബോക്സിന്റെ അടിയിൽ ഇടുക കേട്ടോ. അതുപോലെ തന്നെ മച്ചാമാരെ പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഡിവിഷൻ മാച്ചിൽ ഇപ്പോഴും പണ്ടത്തോടെ സ്ക്രിപ്റ്റിങ് നന്നായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മാച്ചുകൾ പലതും ഇങ്ങനെ ഇതാവുന്നത്. അതുപോലെ തന്നെ മച്ചാമാരെ ഞാൻ ഈ ഒരു വീഡിയോക്ക് 1K ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ അതേപോലത്തെ ഒരു ലൈക്ക് എന്തായാലും ഇടുക. അതുപോലെ തന്നെ മച്ചാമാരെ ഉറപ്പായിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ഓക്കെ, നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക മച്ചാമാരെ. അപ്പോൾ നമുക്ക് മാച്ചിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഓപ്പോയിന്റ് എന്തായാലും വന്നിട്ടുണ്ട്. ഞാനപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷനാണ് നമ്മുടെ റൈഗാർഡിന്റെയും. ഓക്കെ, കിഡിലിനൊരു മാച്ച് ആയിരിക്കും. ഡേവിഡ് വില്ലിയുണ്ട്, ഫ്രാങ്ക് റിബറി, പെഡ്രി ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് മാച്ചിലേക്ക് കിടക്കാം ഗൈസ്. പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഡിഫൻസും കാര്യങ്ങളും ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ഒക്കെ ഇടുന്ന ഞാൻ കളഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ടെന്നീസ് ലൈൻ ഇടുന്നു. റോഡ്രി ടു റോഡ്രിഗർ, റോബർട്ടോ കാർലോസ്, ഡെനിൽസൺ. ഓക്കെ ഗൈസ്, അപ്പം റോബർട്ടോ കാർലോസ് നമുക്ക് നോക്കാം കേട്ടോ ഗൈസ്. കിട്ടിയിട്ടുണ്ട് സ്നൈഡർ, ഡെനിൽസൺ. ഓക്കെ, സാബി അലോൺസോ ടു ഡെൻസ്ലോ, റോഡ്രിഗർ എടുത്തു ഗൈസ്. അപ്പോൾ ഡിഫൻസ് ഒക്കെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. എംബാപ്പെ, ഫ്രാങ്ക് റിബറി. ഓക്കെ, സ്നൈഡർ ടു കിട്ടിയില്ല. കഫു, ഫ്രാങ്ക് റിബറി കിട്ടിയിട്ടുണ്ട്. എംബാപ്പെ, ഡേവിഡ് വില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാമേ അടിയാണ്. ഗോള് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ അവന്മാർ ഒരു ഗോൾ ഇട്ടിട്ടുണ്ട് 8ാം മിനിറ്റിൽ. നമുക്ക് എന്തായാലും തിരിച്ചു വരാം. റോഡ്രി ടു ഒരു ത്രൂ പാസ്, ഡെനിസ്ലോ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഡെനിസ്ലോ ടു മെസ്സിയിലേക്ക് കിട്ടിയില്ല. കോസ്റ്റേട്ട ടു സ്കോളസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രാങ്ക് റിബറി, ഡേവിഡ് വില്ല, പെഡ്രി ഗൈസ്. പെഡ്രി മറ്റേതാട്ടോ, മറ്റേ നമ്മുടെ നോമിനേറ്റിംഗ് കോൺട്രാക്ട് ഇല്ലേ ആ പെഡ്രിയാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഫസ്റ്റ് ഇംപ്രഷനും ഉണ്ട്, അതുപോലെ തന്നെ റൈഗാർഡിന്റെ മാനേജർ റിവ്യൂ ആവാം. ഓക്കെ, സാബി അലോൺസോ ഗൈസ് കിട്ടിയിട്ടുണ്ട്. സാബി അലോൺസോ. ഓക്കെ എടാ അയ്യോ ഇത്ര നേരം ചെയ്തത് വെറുതെ അല്ലോ. ഫ്രാങ്ക് റിബറി ടു പെപ് ഗാർഡിയോള ഗൈസ്. ഈ ഒരു മാച്ച് കിടക്കും കാരണം അത്യാവശ്യം നല്ലൊരു ഓപ്പോണന്റുമാണ്. പിന്നെ നമ്മുടെ മാനേജർ റിവ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അല്ല മാനേജറിന്റെ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഗൈസ്. കിട്ടിയിട്ടുണ്ട് ഡെനിസ്ലോ. ഓക്കെ, സാബി അലോൺസോ. ഓക്കെ, കിട്ടി സാബി അലോൺസോ. ഗോൾ ഗൈസ്. അപ്പോൾ ഒരു കിടിലൻ ഗോൾ ആയിട്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ 19ാം മിനിറ്റിൽ നമ്മളൊരു കിടിലൻ ഗോൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ എടാ അതെന്താ അതിന്റെ മണ്ടയിൽ എഴുതി കാണിച്ചേ സ്റ്റേഡിയത്തിന്റെ പേര്? ഞാനത് അത്ര നമുക്ക് നോക്കാം, പിന്നെ നോക്കാം ഗൈസ്. അപ്പോൾ ഞാൻ മച്ചാമാരെ സ്റ്റേഡിയം കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഗ്രാഫിക്സ് ഒക്കെ എങ്ങനെയാണ് ജസ്റ്റ് കമന്റ് ചെയ്യുക. എന്തായാലും നല്ലൊരു ഗോളാണ് ഗൈസ്. നമ്മുടെ ഗൈസ് ഓൾറെഡി നമ്മുടെ റൈഗാർഡിന്റെ മാനേജർ പാക്ക് കുഴപ്പമില്ല. ഓക്കെ, പെപ് ഗാർഡിയോള, ഫ്രാങ്ക് റിബറി, റോഡ്രി. ഓക്കെ, പെപ് ഗാർഡിയോള, എംബാപ്പെ, കഫു ത്രൂ ചെയ്യുന്നു. സാബി അലോൺസോ, മെസ്സി ടു സാബി അലോൺസോ. എടാ കോസ്റ്റേട്ടയിലേക്ക് പോയി. ഓക്കെ, വീണ്ടും കിട്ടിയിട്ടുണ്ട്. വീണ്ടും കോസ്റ്റേട്ട. റോഡ്രിഗർ, സ്കോളസ്, ഫ്രാങ്ക് റിബറി, എംബാപ്പെ കിട്ടിയിട്ടുണ്ട്. റോഡ്രിഗർ, സ്നൈഡർ. ഓക്കെ, ഡെനിൽസൺ, റോബർട്ടോ കാർലോസ്, ഡെനിൽസൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മച്ചമാരെ വീണ്ടും ബാക്ക്. എടാ ഫ്രാങ്ക് റിബറിയിലേക്ക് പോടാ. ഡേവിഡ് വില്ല കിട്ടി. സ്നൈഡർ കിട്ടി. ഡെനിൽസൺ കിട്ടി. ഡെനിസ്ലോ ഇവിടുന്ന് ത്രൂ പാസ് കൊടുത്താൽ മതിയായിരുന്നു. ഇവിടെ മെസ്സി ഉണ്ടായിരുന്നു, ഫ്രീ ആയിരുന്നു. പെഡ്രി കിട്ടിയിട്ടുണ്ട്. റോഡ്രി, സ്നൈഡർ, റിബറി, സ്കോളസ്. എന്റെ പൊന്ന് കേസ്. എംബാപ്പെ, ഫ്രാങ്ക് റിബറി കിട്ടിയിട്ടുണ്ട്. റോഡ്രിഗർ, സാബി അലോൺസോ ടു സ്നൈഡർ ടു ഡെനിൽസൺ. ഓക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഡെനിൽസൺ. നല്ലൊരു ത്രൂ പാസ്. ഗോളിലേക്ക് പോരാ. ഡേവിഡ് ഡീഗയാ അവന്മാരെ ഗോളി. ഡേവിഡ് ഡീഗെ ടു ഗാർഡിയോള ടു സ്കോളസ്, ഫ്രാങ്ക് റിബറി. നല്ല പാസിംഗ് ആണ്. ഡേവിഡ് വില്ല കിട്ടിയിട്ടുണ്ട്. റോഡ്രി, എംബാപ്പെ, സ്കോളസ്. ഓക്കെ, സ്കോളസ്
കിട്ടി ഗൈസ്. അപ്പോൾ മാനേജർ എടുത്തു ഗൈസ്. അപ്പോൾ ഹാഫ് ടൈം വരെ വലിയ കുഴപ്പമില്ല, കാരണം നമ്മുടെ മാനേജർ അത്യാവശ്യം നന്നായിട്ട് തന്നെ സെറ്റ് ആവുന്നുണ്ട് ഗൈസ്. അപ്പോൾ കോസ്റ്റേട്ട ടു സാബി അലോൺസോ. കിട്ടിയില്ല. എംബാപ്പെ, സ്കോളസ്. അപ്പോൾ മച്ചാമാരെ നമ്മുടെ മാനേജറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് പ്ലേ ചെയ്ത് കളിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഹാഫ് ടൈം ആയിട്ടുണ്ട് മച്ചാമാരെ. അപ്പം നോക്കുകയാണെങ്കിൽ 1-1 നമുക്കപ്പം വീണ്ടും മാച്ചിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, ഞാൻ ന്യൂനസിനൊക്കെ സബ് ചെയ്തിട്ടുണ്ടേ. റോഡ്രി ടു ന്യൂനസ്. പെഡ്രി ഗൈസ്. പെഡ്രി അത്യാവശ്യം നല്ലൊരു പ്ലെയർ ആട്ടോ, ഈ മറ്റേ നമ്മുടെ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിൽ വന്നത്. അപ്പം നിങ്ങളാരും എടുക്കുന്നുണ്ട് ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ ഗൈസ്. ഞാൻ എന്തായാലും എടുക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ ഈ വീഡിയോയിലല്ല, നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ നിങ്ങൾ കമന്റ് ചെയ്യുക, ഉറപ്പായിട്ടും ഞാൻ അടുത്ത വീഡിയോയിൽ എടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ കോസ്റ്റേട്ട പിന്നെ വിങ്ങിന്നൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഗൈസ്. ഗൈസ് സംഭവം എന്താ വെച്ചാൽ ഹാഫ് ടൈമിന് ശേഷം സീന് റോബർട്ടോ കാർലോസ് എന്നാലും ഡിഫൻസ് ചെയ്തു ഗൈസ്. ലേവിഡിൽ ഇപ്പോൾ ഒരു ഹെഡ് അടിച്ചാനെ പണി പാളിയാനെ, പിന്നെ ഇപ്പൊ പണി കിട്ടിയാലേ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു മറ്റേ ഇതിനൊക്കെ മാറ്റം വന്ന് നന്നായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഫ്രാങ്ക് റിബറി ടു കിട്ടിയിട്ടുണ്ട്. സാബി അലോൺസോ ഡിഫൻസ് ചെയ്തു. റോബർട്ടോ കാർലോസ്. ഓക്കെ ഗൈസ്, സംഭവം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല മച്ചാമാരെ, റൈഗാർഡ് ഉണ്ട് കേട്ടോ ഓൾറെഡി. കോസ്റ്റേട്ട, സ്കോളസ് മച്ചാമാരെ. സംഭവം തുറന്നു കൊടുത്ത ഗോള്. എന്റെ മോനെ, അത് നമ്മുടെ ഒരു മിസ്റ്റേക്ക് ആണ് ഗൈസ്. എന്തായാലും ഗൈസ് അവന്മാര് ഗോൾ അടിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കോളസ് ആണ് അടിച്ച പോൾ സ്കോളസ് മച്ചാമാരെ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്ലെയർ ഒക്കെ ഉണ്ട്, ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക മച്ചാമാരെ. അപ്പൊ സ്കോളസ് ആണ് ഒരു കിടിലം ഗോൾ ഇടാൻ, നൈസ് ഒരു ഷോട്ട് മച്ചാമാരെ. അപ്പം എന്റെ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. എന്താ അറിയോ, ഡെന്നിസ്ലോയ്ക്ക് കൊടുക്കുകയാണ്. ഡെന്നിസ്ലോ ടു ലാസ്റ്റ് പറയാട്ടോ റോഡ്രി. എന്താ അറിയോ ഗൈസ്, ഇത് കണ്ടോ മൂവ് ആവുന്നില്ലടാ. എംബാപ്പെ കണ്ടോ, ഞാൻ മൂവ് ആവുന്നില്ല. സംഭവം എന്താ വെച്ചാൽ നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇത് കണ്ടോ, നമ്മൾ ഷൂട്ട് ബട്ടൺ ഞെക്കിയിട്ട് പോലും ബോൾ പോകുന്നില്ല. അതാണൊരു സീൻ. അത് എന്താണെന്ന് അറിയില്ല. മൊത്തത്തിൽ ഇപ്പൊ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. കണ്ടോ, ത്രൂ പാസ് ഞെക്കിയിട്ട് നീങ്ങുന്നില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതാണ് അത് സ്ക്രിപ്റ്റിംഗ് ഉണ്ട് അതിനിടയ്ക്ക് കൂടെ. ജെറാഡ് കണ്ടോ. അപ്പോൾ ഗൈസ് എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു ഇതുപോലത്തെ പ്രശ്നം ഉണ്ടോ എന്ന്. കാരണം ഒട്ടുമിക്ക ആൾക്കാർക്കും എനിക്ക് തോന്നുന്നു ഇത് മാറി കിട്ടും എന്തായാലും മച്ചാമാരെ. സ്കോളസ് പിന്നെ ഞാൻ ഗ്രാഫിക്സ് ഒക്കെ ഹൈ ഇട്ടിട്ടാണെന്ന് അറിയില്ല, അത് നമുക്ക് മാറ്റിയെടുക്കാം. എന്തായാലും റുഡ്രിഗർ എന്റെ മോനെ ഗോൾ എടുത്തു മാനേജർ ഗൈസ്. അപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ പുതിയ മാനേജർ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് ഡിഫൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നല്ലൊരു കാറാണ് കണ്ടോ ഗൈസ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടിയുണ്ടോ. പക്ഷെ സംഭവം എന്താ വെച്ചാൽ ഇത് നീങ്ങാത്തതിൻ്റെതായ പ്രശ്നമുണ്ട്. ഇപ്പൊ അവിടെ കിട്ടിയത് കോർണർ അല്ലേ കാഫു. കാരണം ഗൈസ് കണ്ടോ, ന്യൂനസ് എന്റെ മോനെ കാഫുവിന്റെ നേരെ തട്ടിയേ പോയെ ഗൈസ്. അപ്പം നെറ്റ് ഇഷ്യൂൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിൻ്റെതായ ഒരു സംഭവമാണ് റോബർട്ടോ കാർലോസ് ഗൈസ്. അപ്പം മണ്ടേ നമ്മുടെ റൊണാൾഡോ ട്രാക്ക് വരാൻ പോവാണ്. ഇവിടെ ഒരാളുണ്ടായിരുന്നു, ഇപ്പൊ ഇവിടെ അടിക്കായിരുന്നു, അതവിടെ കയറി അടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ നെറ്റ് ഇഷ്യൂന്റെ ഇതുകൊണ്ടാട്ടോ ഗൈസ് മച്ചാമാരെ. പിന്നെ ഞാൻ എന്താണെന്നറിയോ, ഡേവിഡ് ഡി ഗെ അടിക്കുന്നു. ടോണി ആഡംസിനെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. റോഡ്രി, പെഡ്രി, സ്കോളസ് കിട്ടിയിട്ടുണ്ട്. കോസ്റ്റേട്ട കണ്ടോ, ത്രൂ പാസ് പോകുന്നില്ല മച്ചാമാരെ. ഇത് കണ്ടോ, ഷോട്ട് പോയി നിൽക്കിയിട്ട് ആവുന്നില്ല. പെപ് ഗാർഡിയോള, ഫ്രാങ്ക് റിബറി പാസിങ്ങിനൊക്കെ ഡിലേ വരുന്നുണ്ട്. അതാണ് ഈ ഒരു സീൻ വരുന്നത്. എംബാപ്പെ നൈസ് ഒരു ഗോള് ഗൈസ്. അപ്പോൾ ഓപ്പോണന്റ് നല്ല രീതിയിൽ പണി വരുന്നുണ്ട്. അപ്പൊ മച്ചാമാരെ ശരിക്കും പറഞ്ഞാൽ മാനേജറിന് ഒരു ഇഷ്യൂ ഇല്ല, കാരണം നല്ലൊരു മാനേജറാണ്. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ നെറ്റിൻ്റെതായ പ്രശ്നം കൊണ്ടാണ് എന്താ പറയാ ആ ഒരു ഇത് വരുന്നത് കേട്ടോ. പിന്നെ ഗൈസ് അപ്പോൾ ഞാൻ എന്താ പറയോ, എംബാപ്പെ ടു ഗൈസ്. ഇവിടെ ജസ്റ്റ് ഞാനൊന്ന് സ്ക്രീൻ ഒന്ന് ബ്ലർ ആക്കിയിട്ടുണ്ട്. അതെന്താ പറയുക, ഒരു മെസ്സേജ് വന്നായിരുന്നു ഇമെയിലിൽ. അപ്പൊ ഞാൻ അതെന്താ വെച്ചാൽ ഒന്ന് ഹൈഡ് ചെയ്താ കേട്ടോ ഗൈസ്. സംഭവം കണ്ടോ, ചെറുതായിട്ട് ഇത് സംഭവം എന്താ പറയാ, ചെറുതായിട്ട് നമ്മൾ പാസ് ഞെക്കിയാലും ഒരു 3-4 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് പാസ് പോകുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു കുഴപ്പമുണ്ട്. അല്ലെ നമുക്ക് ഇപ്പൊ എന്തായാലും ഉറപ്പായിട്ട് ഷുവറാണ് നമ്മൾ ഇപ്പം നമ്മളൊരു ഓപ്പോണ്ട് 3 അടിച്ചത്, നമ്മൾ എന്തായാലും ഒരു 2-3 ഉറപ്പായിട്ട് അടിക്കുന്നത്. കണ്ടോ, ഇത് അടുത്ത ചാൻസ് കണ്ടോ ഗൈസ്. ഇത് ശരിക്കും ഒരു ഗോളിന്റെ ചാൻസ് ആണ്. പക്ഷെ ഞാൻ എന്താ പറയാ ആ ഒരു വീഡിയോ ഇത് തന്നെ അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഗൈസ്. അപ്പം നമ്മുടെ മാനേജർ സീനൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു മാനേജർ പാക്ക് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് 500 കോയിൻ കൊണ്ട് എടുത്താൽ വെർത്തായിരിക്കും. കാരണം ഓൾറെഡി ഇപ്പൊ നമുക്ക് എന്താ പറയാ കോയിൻ ആരെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മാനേജർ തന്നെയാണ്. കാരണം വന്നതിൽ നമ്മുടെ കുറച്ച് കഴിയുമ്പോഴത്തേനും എന്താ പറയാ മാനേജറിന്റെ പവേഴ്സ് ഒക്കെ കുറച്ചുകൂടെ കൂടും ഗൈസ്. കാരണം ഓൾറെഡി കൊനാമി അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം സാബി അലോൺസിന്റെ
പാക്കൊക്കെ ഇപ്പൊ നല്ല നന്നായിട്ട് നമുക്ക് ഡിവിഷൻ മാച്ചുകൾ കളിക്കാൻ വരുന്നുണ്ടല്ലോ. അപ്പൊ അതാണ് അങ്ങനെ പറഞ്ഞത് മച്ചാമാരെ. അപ്പം എന്താ പറയാ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോ എന്താ പറയാ, നമ്മൾ 2 ഗോളുകൾക്ക് ലോസ് ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാണ്ട് വെച്ചാണ്ടിരുന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ മച്ചാമാരെ നല്ലൊരു ഓപ്പോണ്ടാണ് എനിക്ക് വന്ന ഡിവിഷൻ മാച്ചിൽ. അപ്പം നമുക്ക് എന്തായാലും വരും വീഡിയോയിൽ ഇതുപോലുള്ള വീഡിയോകളൊക്കെ ഇനി സെറ്റ് ആക്കണം. നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ ഇന്ററാക്ട് ചെയ്യാണ്ട് ജസ്റ്റ് കമന്റ് ചെയ്യുക. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ മച്ചാമാരെ നല്ലൊരു മാച്ച് ആയിരുന്നു. ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. നമ്മൾ റോഡ് ടു 7K ആണ്. അപ്പൊ എല്ലാവരും പവർ ആക്കുക മച്ചാമാരെ. അപ്പോൾ എന്താ പറയുക, നല്ലൊരു മാനേജർ തന്നെയാണ്. അപ്പൊ പെഡ്രി ഉണ്ടായിരുന്നു ഓൾറെഡി നമ്മുടെ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അത്യാവശ്യം നമുക്ക് 2 റിവ്യൂസ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ മച്ചാമാരെ ഇന്നത്തേക്ക് ഇത്ര വീഡിയോ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് നൈറ്റ് ലൈവ് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.